നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊച്ചുവേളിയിലെ പ്ലാസ്റ്റിക് കമ്പനിയിൽ തീപിടുത്തം. തീ നിയന്ത്രണ വിധേയമാക്കി. കമ്പനി പ്രവർത്തിച്ചത് ലൈസൻസ് ഇല്ലാതെ. കൊച്ചുവേളി വ്യവസായ മേഖലയിലെ പ്ലാസ്റ്റിക് കമ്പനിയിലുണ്ടായ വൻ തീപിടുത്തം നിയന്ത്രണ വിധേയം. പവർ പാക്ക് പോളിമേഴ്സ് എന്ന പ്ലാസ്റ്റിക് റീസൈക്കിൾ കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെ 3:50ഓടെയാണ് സംഭവം നടന്നത്. പ്ലാസ്റ്റിക് കൂനയായതിനാൽ തീ അതിവേഗം പടരുകയായിരുന്നു. ജില്ലയിലെ നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി ഏറെ പണിപ്പെട്ടാണ് തീ അണച്ചത്. കമ്പനിയിലെ ജീവനക്കാരാണ് തീ പടരുന്നത് ആദ്യം കണ്ടത്. 3.5 മണിക്കൂറുകളിലേറെ നീണ്ടുനിന്ന അധ്വാനത്തിന് ശേഷമാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. അതേസമയം കമ്പനി പ്രോട്ടോകോളുകൾ കൃത്യമായി പാലിച്ചിരുന്നില്ല എന്നാണ് കണ്ടെത്തൽ. കമ്പനി പ്രവർത്തിച്ചത് ലൈസൻസ് ഇല്ലാതെയെന്നും കണ്ടെത്തി. കമ്പനിക്ക് ഒരു എക്സിറ്റും ഒരു എൻട്രിയും മാത്രമായതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. പന്നിയങ്കര ഇനി മുതൽ പ്രദേശവാസികളും ടോൾ നൽകണം. പ്രതിഷേധം ശക്തം. പാലക്കാട് പന്നിയങ്കരയിൽ ഇനി മുതൽ പ്രദേശവാസികളും ടോൾ നൽകണം. പ്രദേശത്തെ 6 പഞ്ചായത്തുകളിലുള്ളവർക്ക് നൽകിയിരുന്ന സൗജന്യമാണ് ടോൾ കമ്പനി അവസാനിപ്പിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾക്കും ഇളവുകൾ നൽകുന്നില്ല. പ്രദേശവാസികൾക്ക് അനുവദിച്ചു വരുന്ന സൗജന്യം ജൂലൈ 1 മുതൽ അവസാനിപ്പിക്കുമെന്ന് ടോൾ കമ്പനി നേരത്തെ അറിയിച്ചിരുന്നു. മാർച്ച് 9 മുതലാണ് പന്നിയങ്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് ആരംഭിച്ചത്. സൗജന്യം അവസാനിപ്പിക്കുന്നതോടെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ജനകീയ വേദിയുടെ തീരുമാനം. ഇന്ന് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. +1 സീറ്റ് പ്രതിസന്ധി. ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് നോട്ടീസ് അയച്ചത്. ബാലാവകാശ കമ്മീഷൻ അംഗം ഡോക്ടർ ദിവ്യ ഗുപ്തയാണ് നോട്ടീസ് അയച്ചത്. 7 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. +1 സീറ്റ് ലഭിക്കാതെ കേരളത്തിൽ വിദ്യാർത്ഥി ജീവൻ ഒടുക്കിയതടക്കം ചൂണ്ടിക്കാട്ടിയാണ് ബാലാവകാശ കമ്മീഷന്റെ നടപടി. അതേസമയം +1 സീറ്റ് പ്രതിസന്ധിയിൽ ഇന്നും വ്യാപക പ്രതിഷേധമാണ് സംസ്ഥാനത്ത് അരങ്ങേറിയത്. പലയിടങ്ങളിലും പ്രതിഷേധം സംഘർഷങ്ങളിലേക്ക് വഴിമാറിയിരുന്നു. കെജ്രിവാളിന് തിരിച്ചടി. ജയിലിൽ തുടരും. മദ്യനയ കേസിൽ വിചാരണ കോടതി നൽകിയ ജാമ്യം ചോദ്യം ചെയ്തത് ഇഡി നൽകിയ ഹർജിയിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. അരവിന്ദ് കെജ്രിവാളിന് റോസ് അവന്യൂ കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കി ഡൽഹി ഹൈക്കോടതി. റോസ് അവന്യൂ കോടതി ജഡ്ജി ജൂൺ 20 നൽകിയ ജാമ്യത്തിനെതിരെ ഇഡി സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. ഇഡിയുടെ വാദങ്ങൾ വിചാരണ കോടതി ജഡ്ജി പരിഗണിച്ചില്ലെന്നും അതിനാൽ ഉത്തരവ് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ജൂൺ 20 AAP നേതാവ് ഡൽഹി റോസ് അവന്യൂ കോടതി ജാമ്യം നൽകിയത്. ജൂൺ 20 AAP നേതാവിന് ഡൽഹി റോസ് അവന്യൂ കോടതി ജാമ്യം നൽകിയത്. ഇതിനെതിരെ ജൂൺ 21 ഇഡി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയും വിധി പറയാൻ ജൂൺ 25 മാറ്റിവെക്കുകയുമായിരുന്നു. വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. വിദ്യാർത്ഥി ഗുരുതരാവസ്ഥയിൽ, വെന്റിലേറ്ററിൽ. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു വിദ്യാർത്ഥി കൂടെ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. രാമനാട്ടുകര സ്വദേശിയായ വിദ്യാർത്ഥി സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. വിദ്യാർത്ഥിയുടെ സ്രവം വിദഗ്ധ പരിശോധനയ്ക്കായി മംഗളൂരുവിലെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം വിദ്യാർത്ഥി ഫറൂഖ് കോളേജിന് സമീപത്തെ അച്ചൻകുളത്തിൽ ഏറെ നേരം കുളിച്ചിരുന്നു. ഇങ്ങനെയാകാം അണുബാധയുണ്ടായത് എന്നാണ് വിവരം. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് MP ആയി സത്യപ്രതിജ്ഞ ചെയ്ത് രാഹുൽ ഗാന്ധി. 18ാം ലോക്സഭാംഗമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ജയ് വിളിച്ചായിരുന്നു രാഹുൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ഭരണപക്ഷത്തിന്റെ ഭാഗത്തേക്ക് ഭരണഘടന ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ ചേംബറിലേക്ക് കയറിയത്. പ്രതിപക്ഷം നിറഞ്ഞ കയ്യടികളോടെയും മുദ്രാവാക്യങ്ങളോടെയും രാഹുലിനെ സ്വീകരിച്ചു. ഇംഗ്ലീഷിലാണ് രാഹുൽ സത്യവാചകം ചൊല്ലിയത്. രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ സോണിയാഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും ലോക്സഭയിലെത്തിയിരുന്നു. അതേസമയം അമേഠി MP ആയി കിഷോരി ലാലും സത്യപ്രതിജ്ഞ ചെയ്തു. കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പിടിയിൽ. തൊടുപുഴ നഗരസഭയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അജി TC ആണ് പിടിയിലായത്.
സ്കൂളിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി മാനേജറോട് ഇയാൾ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നു. കൈക്കൂലിപ്പണം വാങ്ങാനെത്തിയ ഇടനിലക്കാരനും വിജിലൻസിന്റെ പിടിയിലായി. കോൺട്രാക്ടറും എഞ്ചിനീയറുടെ സുഹൃത്തുമായ റോഷനാണ് പണം വാങ്ങാനെത്തിയത്. കുമ്പകൽ BTM LP സ്കൂളിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കാനാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കൈക്കൂലി ആവശ്യപ്പെട്ടത്. പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. 64-കാരന് 3 ജീവപര്യന്തവും 6 വർഷം കഠിന തടവും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പ്രതിക്ക് 3 ജീവപര്യന്തവും 6 വർഷം കഠിന തടവും 3,75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചേർപ്പ് പടിഞ്ഞാറ്റുമുറി സ്വദേശി അബ്ദുൽ കരീമിനെയാണ് സ്പെഷ്യൽ പോക്സോ കോടതി നമ്പർ 2 ജഡ്ജ് ജയപ്രഭു ശിക്ഷിച്ചത്. വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയം പ്രതി വീടിനകത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്ന പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടി ഗർഭിണിയായി. പ്രതി വിദേശത്തായിരുന്നു. ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രതി വീട്ടിലുള്ള പല ദിവസങ്ങളിൽ ലൈംഗിക ചേഷ്ടകൾ കാണിച്ച് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. പോലീസുകാരൻ ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചു. തൃപ്പൂണിത്തറ AR ക്യാമ്പിലെ പോലീസുകാരൻ ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചു. അങ്കമാലി സ്വദേശി ശ്രീജിത്താണ് മരിച്ചത്. AR ക്യാമ്പിനടുത്തുള്ള ക്ഷേത്രക്കുളത്തിലായിരുന്നു അപകടം. മൃതദേഹം തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മാവോയിസ്റ്റ് സാന്നിധ്യം സജീവമായുള്ള മേഖലയിൽ കുഴിബോംബുകൾ കണ്ടെത്തി. തലപ്പുഴ മക്കിമല കൊടക്കാട് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലയിൽ കുഴിച്ചിട്ട ബോംബുകൾ കണ്ടെത്തി. ജലാറ്റിൻ സ്റ്റിക്ക് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളും കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. തണ്ടർബോൾട്ട് പെട്രോളിംഗ് നടത്തുന്ന സ്ഥലത്താണ് സ്ഫോടക ശേഖരം കണ്ടെത്തിയത്. ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി എല്ലാം നിർവീര്യമാക്കി. വനത്തിനോട് ചേർന്ന് ഫെൻസിംഗ് ഉള്ളിടത്താണ് കുഴിച്ചിട്ട നിലയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. സ്ഥലത്ത് ഫെൻസിംഗ് പരിശോധിക്കാൻ പോയ വനം വാച്ചർമാർക്ക് സംശയം തോന്നി പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇടവേളകളിൽ മാവോയിസ്റ്റ് തണ്ടർബോൾട്ട് ഏറ്റുമുട്ടൽ നടക്കുന്ന മേഖലയിലാണ് സംഭവം.